നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈംഗികത വരുമാന മാർഗമാക്കിക്കൊണ്ട് ശ്വേതാ മേനോൻ ജീവിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടുള്ള പരാതി, അതിന്റെ പേരിലുള്ള കേസാണ്. അമ്മ സംഘടനയിലെ തിരഞ്ഞെടുപ്പ് ശക്തമാകുന്നതിനിടെ നടി ശ്വേതാ മേനോനെതിരെ ആരോപണങ്ങൾ ശക്തമാകുന്നു, പരാതികൾ ശക്തമാകുന്നു. എന്തായാലും വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നടി മാലാ പാർവതി അതിഗുരുതരമായിട്ടുള്ള ഒരു സംശയം തന്നെ ഉന്നയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ശ്വേതാ മേനോൻ വളരെ വിഷമത്തിലും ഞെട്ടലിലുമാണ് എന്നും കേസിന് പിന്നിൽ പ്രവർത്തിച്ചത് ബാബുരാജ ആണ് എന്നുള്ളൊരു സംശയമുണ്ട് എന്നുമാണ് നടി മാലാ പാർവതി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും എതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ നടൻ ബാബുരാജ് എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് നടി മാലാ പാർവതി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. ബാബുരാജ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയതിനു ശേഷമാണ് ആരോപണങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നത്. ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢതന്ത്രത്തെ പറ്റി ഇവിടെയാണ് അന്വേഷിക്കേണ്ടതുള്ളത് എന്നും അവർ ചൂണ്ടിക്കാട്ടി. സംഘടനയിൽ പലർക്കും ബാബുരാജിനെ ഭയമാണെന്നും തനിക്ക് പോലും ഭീഷണി ഉണ്ടെന്നും മാലാ പാർവതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ശ്വേതാ മേനോൻ കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും നടി ചൂണ്ടിക്കാണിക്കുന്നു. വലിയ ആസ്തിയുള്ള സംഘടനയാണ് അമ്മ. അതിനൊരു പ്രതാപമുണ്ടായിരുന്നു. അതിന്റെ സൗകര്യം കണ്ട് സുഖിച്ചു പോയ ചിലർക്ക് അധികാരം വിട്ടുകൊടുക്കാനുള്ള മടിയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പിന്നിലുള്ള കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്നാണ് നടി മാലാ പാർവതി ശ്വേതാ മേനോനെതിരെ ഉണ്ടായിട്ടുള്ള പരാതിക്ക് ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന്, അതായത് ബാബുരാജിന്, മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെ ഉപദേശിച്ച ആൾക്കാരെ താൻ മരണം വരെ മറക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അന്നത് അസാധാരണ രീതിയിലായിരുന്നു ഞങ്ങൾ വായിച്ചിരുന്നത് എങ്കിൽ പോലും, എന്നാൽ ഒരു യൂട്യൂബർ അത് കടുപ്പിച്ച് പറഞ്ഞപ്പോഴാണ് ഇത് ഭീഷണിയാണല്ലോ എന്ന് മനസ്സിലാക്കിയതെന്നും അത് സത്യമായി വന്നുവെന്നും മാലാ പാർവതി പറഞ്ഞു. ഹേമ കമ്മിറ്റിയിൽ നശിച്ചുപോയ അമ്മ സംഘടനയെ എണീറ്റ് നിർത്തിയത് ബാബുരാജ് ആണെന്നാണ് അവർ പറയുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ നിന്നവർക്കും അദ്ദേഹം വിട്ടുപോകുമെന്ന് തോന്നിയപ്പോഴും ആ സംഘത്തിന് ശക്തി കുറഞ്ഞു പോകുമെന്ന് കരുതി അവർ തന്നെ സ്വാഭാവികമായും ചെയ്തതായിരിക്കണം. അങ്ങനെയാണ് താൻ വിചാരിക്കുന്നതെന്നും ശ്വേതയ്ക്കെതിരെയുള്ള ആരോപണം അങ്ങനെയാണ് താൻ കാണുന്നതെന്നും നടി വ്യക്തമാക്കി. പാലേരി മാണിക്യം എന്ന സിനിമയിൽ നഗ്നത പ്രദർശിപ്പിച്ചതിനെ ചൊല്ലിയുള്ള മോശമായ ആരോപണമാണല്ലോ ഇപ്പോൾ പുറത്തുവരുന്നത്. കുക്കുവിനെതിരെ പോക്സോ കേസാണ് എടുത്തിരിക്കുന്നത്. എങ്ങനെ ജീവിക്കും ഈ നാട്ടിലെന്നും മാലാ പാർവതി ചോദിച്ചു. ശ്വേതയ്ക്കെതിരെ മാർച്ചിൽ കേസ് കൊടുത്തതാണെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. അത് പറച്ചിൽ മാത്രമാണെന്നാണ് തോന്നുന്നതെന്നും രേഖകളില്ല എന്നും കിട്ടിയ രേഖയിൽ 5-8 എന്നാണ് എന്നും അപ്പോഴേത് തെരഞ്ഞെടുപ്പാകുന്ന സാഹചര്യമാണല്ലോ എന്നും മാലാ പാർവതി ചോദിക്കുന്നു. ബാബുരാജ് മാത്രമാണ് അമ്മ സംഘടനയെ വളർത്തിയത് എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ട്. സാധാരണ ആൾക്കാർക്ക് അദ്ദേഹത്തെ സാധാരണ ഭയമാണ്. പേരും പൊതുവിൽ പറയാറ് പോലുമില്ല. എനിക്ക് ഭീഷണി ആയതുകൊണ്ട് അതങ്ങ് പറയാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഭയക്കേണ്ട കാര്യമില്ല എന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും മാലാ പാർവതി ചൂണ്ടിക്കാണിച്ചു. അതേസമയം നടി ശ്വേതാ മേനോനെതിരായിട്ടുള്ള പരാതി വെറും വിഡ്ഢിത്തവും ദുരുദ്ദേശപരവുമാണ് എന്നാണ് നടൻ ദേവന്റെ വ്യക്തമാക്കൽ. പരാതിക്ക് പിന്നിൽ അമ്മ സംഘടനയിലെ ആരുമല്ലെന്നാണ് വിശ്വാസമെന്നും നടൻ ദേവൻ പറയുന്നു. സംഘടനയിലെ ഒരംഗവും ചെയ്യാത്ത പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. FIR വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം വലിയ വിഡ്ഢിത്തമാണ് എന്നുള്ളത്. വലിയ കുറ്റമാണെങ്കിൽ ശ്വേതാ മേനോനെതിരെ മാത്രമായിരുന്നില്ല പരാതി നൽകേണ്ടിയിരുന്നത്. ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾക്കെതിരെയും അണിയറ പ്രവർത്തകർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ദി കേസ് ഈസ് എ ബിഗ് നോൺസെൻസ് എന്നാണ് നടൻ ദേവൻ വ്യക്തമാക്കുന്നത്. അമ്മ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് ഇത്തരത്തിലൊരു പുകില ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഉയർന്ന പരാതിയും കേസും ഗൂഢലക്ഷ്യത്തോടെയുള്ളതാണ് എന്നാണ് ശ്വേതാ മേനോൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കേസിന് പിന്നിൽ സംഘടനയുടെ ഒരു വിഭാഗം തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടി മറ്റൊരു വിഭാഗം നിയമ നടപടികളിലേക്ക് പോകുമെന്നുള്ള വ്യക്തതയിലേക്കാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും
കഴിഞ്ഞ ദിവസമാണ് നടി ശ്വേതാ മേനോനെതിരെ ഇത്തരം ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പരാതി ഉയരുന്നത്. താരസംഘടനയായിട്ടുള്ള അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നടി ശ്വേതാ മേനോനെതിരെ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച പണം സമ്പാദിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേസ്. മാർട്ടിൻ മേനഞ്ചേരി എന്ന് പറയുന്നയാളാണ് ഇത്തരമൊരു പരാതി നൽകിയിരിക്കുന്നത്. എറണാകുളം CJM കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സെൻട്രൽ പോലീസ് ഈ ഒരു വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നത്. IT നിയമത്തിലെ 67 ക്ലോസ് A വകുപ്പ് പ്രകാരമാണ് അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമൊക്കെയാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അശ്ലീല രംഗങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരാതിയിൽ പരാതിക്കാരൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അമ്മയുടെ ഭാരവാഹി തിരഞ്ഞെടുപ്പ് ഈ മാസം 15-ന് നടക്കാനിരിക്കെയാണ് ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങൾ. അത് ശ്വേതയ്ക്കെതിരെ തിരിച്ചടിയാകുമെന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നടൻ ജഗദീഷ് പിന്മാറിയതോടെ ശ്വേതാ മേനോന് സംഘടനയുടെ പ്രസിഡന്റാകാൻ സാധ്യത വർദ്ധിച്ച സാഹചര്യത്തിൽ ഇത്തരം ഒരു ഗൂഢതന്ത്രം ഉപയോഗിച്ചാൽ അവരെ തകർക്കാമെന്നുള്ള ലക്ഷ്യമാണോ ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ശ്വേതയും നടൻ ദേവനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. മത്സരം മുറുകുന്നതിനിടെയാണ് മുൻപ് അഭിനയിച്ച സിനിമകളിലെ രംഗങ്ങളുടെ പേരിൽ ശ്വേതയ്ക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് ശ്വേത പണം സമ്പാദിച്ചു എന്നാണ് പരാതിക്കാരന്റെ ഏറ്റവും വലിയ ആരോപണം. വർഷങ്ങൾക്ക് മുമ്പ് ശ്വേതാ മേനോൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളുടെയും പരസ്യ ചിത്രങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു ആരോപണം പുറത്ത് പറയുന്നത്. കാമസൂത്ര പരസ്യം, പാലേരി മാണിക്യം, രതിനിർവേദം, കളിമണ്ണ് തുടങ്ങിയിട്ടുള്ള സിനിമകൾ എന്നിവയിൽ ശ്വേതാ മേനോൻ ഇന്റിമേറ്റായി അഭിനയിച്ചിട്ടുണ്ട് എന്നും അതിലെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അശ്ലീല വെബ്സൈറ്റുകളിലുമൊക്കെ പ്രചരിക്കുന്നുണ്ട് എന്നിങ്ങനെയൊക്കെയാണ് ആരോപണങ്ങളായി പറയുന്നത്. കഴിഞ്ഞ ദിവസം കേസ് നടന്നോട്ടെ എന്നായിരുന്നു ശ്വേതാ മേനോൻ പറഞ്ഞിരുന്നതെങ്കിലും ഇന്ന് കോടതിയെ ഈ വിഷയത്തിൽ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നടി എന്നാണ് സൂചന. എന്തായാലും നടിക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അത്ര നിസാരമായിട്ടുള്ള ഒന്നല്ല. IT നിയമത്തിലെ 67 ക്ലോസ് A വകുപ്പ് പ്രകാരവും അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമൊക്കെയാണ് ഇവർക്കെതിരെ കേസ് നൽകിയിരിക്കുന്നത്. കേസ് വേണമെങ്കിൽ പോലീസിന് വീട്ടിൽ കയറി നടിയെ അറസ്റ്റ് ചെയ്ത് 5 വർഷത്തോളം ജയിലിൽ അടയ്ക്കാനടക്കം സാധ്യതയുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. IT നിയമത്തിലെ 67 ക്ലോസ് A വകുപ്പ് ഇലക്ട്രോണിക് രൂപത്തിൽ ലൈംഗിക ചേഷ്ടകൾ അടങ്ങിയ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ കൈമാറുകയോ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. ഈ കുറ്റകൃത്യത്തിന് 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും എന്നുള്ളതാണ്. ഇത് ആവർത്തിച്ചാൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴവും ലഭിക്കും. ശ്വേതാ മേനോന് എതിരായ FIR കോടതി നിർദ്ദേശപ്രകാരമാണെന്നാണ് പോലീസിന്റെ വ്യക്തമാക്കൽ. കോടതി ഉത്തരവിട്ടാൽ പോലീസിന് വേറെ വഴിയില്ല എന്നും കോടതി ഉത്തരവിട്ടാൽ ഏത് പരാതിയിലും FIR ഇടേണ്ടതുണ്ട് എന്നും അന്വേഷണം നടത്തുമെന്നുമാണ് SP സിബി ടോം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. നടിക്കെതിരെയുള്ള FIR-ൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. പ്രതി സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടും കരുതലോടും കൂടി സിനിമയിലും പരസ്യത്തിലും അല്ലാതെയും മറ്റുള്ളവർക്ക് അറപ്പുളവാക്കുന്ന വിധത്തിൽ നഗ്നതയോടെ അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ച് സോഷ്യൽ മീഡിയയിലൂടെയും പോൺ സൈറ്റുകളിലൂടെയും പ്രചരിപ്പിച്ചത് വൾഗറായ സെക്സ് സിനിമ നടിയെന്ന കുപ്രസിദ്ധി ദുരുപയോഗം ചെയ്ത് കച്ചവടം നടത്തി വരുമാനമുണ്ടാക്കുന്നു എന്നുള്ള കാര്യമാണ്. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്ന് ആരോപിച്ചാണ് ശ്വേതാ മേനോനെതിരെ പരാതി. കൊച്ചി സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മാർട്ടിൻ മേനച്ചേരി എന്ന് പറയുന്ന ആളാണ് പരാതി നൽകിയിരിക്കുന്നത്. IT നിയമത്തിലെ 67 ക്ലോസ് A വകുപ്പ് പ്രകാരവും അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ്. അശ്ലീല രംഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതാണ് ഇവരുടെ പരാതിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായിട്ടുള്ള അമ്മയുടെ ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ അത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ശ്വേതാ മേനോന് സ്വീകാര്യത ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കേസ് ഉയരുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും സംഭവത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരു വിഭാഗം ഇത് ഗൂഢതന്ത്രമാണ് എന്നും മറ്റൊരു വിഭാഗം ഇത്തരമൊരു ആരോപണത്തിന്റെ കാര്യം അതുണ്ട് എന്നുള്ള തരത്തിലും പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനി ശ്വേതാ മേനോൻ തന്നെ ഉടൻ തന്നെ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിക്കുമെന്നുള്ളതാണ് സൂചന.